ചതിയും വഞ്ചനയും പിന്നിൽ നിന്നുള്ള കുത്തും കുശാഗ്രബുദ്ധിയും അസൂയയും സ്പർദ്ധയും അങ്ങനെ എന്നും വേണ്ട ലോകത്തിലുള്ള സർവമാന കാര്യങ്ങളുമായിട്ട് കുറേ കണ്ടസ്റ്റൻസ്, അതായത് ഏതാണ്ട് 20ഓളം കണ്ടസ്റ്റൻസ് പിന്നിൽ നിന്ന് കുത്തിയും മുറിവേൽപ്പിച്ചും, 20 അതിനും മേലെ കണ്ടസ്റ്റൻസുകൾ പിന്നിൽ നിന്ന് കുത്തിയും മുറിവേൽപ്പിച്ചും വാവിട്ട് കരയാൻ പോലും ആവാത്ത ഒരവസരത്തിൽ സ്വയം അത് കടിച്ചൊതുക്കി എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ച ഒരു പെൺകുട്ടി അനുമോൾ അവസാനം കപ്പേന്തിയിരിക്കുന്നു. PR ബലമെന്ന് പറഞ്ഞവരുടെ മുഖത്തിട്ടടിക്കുന്ന രീതിയിലുള്ള ഒരു കപ്പാണ് ഇന്ന് അനുമോൾ നേടിയിരിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല. അതിനകത്ത് പലരുടെയും മുഖം നമ്മൾ കാണണമായിരുന്നു. എനിക്ക് തോന്നുന്നത് 3 പേരായിരുന്നു അതിലേറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത്. ഒന്ന് ലക്ഷ്മി പ്രാർത്ഥനയോടെയാണ് ഇരുന്നത്. എനിക്കൊന്ന് അനുമോൾക്ക് കിട്ടണേ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു ലക്ഷ്മിയിൽ കണ്ട ഒരു നന്മയായിരുന്നു അത്. ലക്ഷ്മിയുടെ കണ്ണുകളിൽ ആ ഒരു പ്രാർത്ഥന നമുക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെയാണ് മസ്താനി, പ്രവീൺ, ഈ 3 പേരെ മാത്രമാണ് അനുമോൾക്ക് ആ ഒരു കപ്പ് കിട്ടണമെന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടത്. ശൈത്യയുടെ മുഖം എടുത്ത് പറയേണ്ട ഒന്നാണ്. ഇത്രയും വൃത്തികെട്ട ഒരു മുഖവുമായിട്ട് ഇങ്ങനെ പബ്ലിക്കലി വന്നിരിക്കാൻ പോലും നാണമില്ലേ? ആ ഒരു സീസണിൻ്റെ ആ ഒരു വിന്നറെ പ്രഖ്യാപിക്കുന്ന നേരത്ത് ശൈത്യയുടെ ഫേസ് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തിനാണ് കട്ടപ്പ? നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളോടൊരു 10 ദിവസമെങ്കിലും അനുമോൾ കൂട്ടായിട്ടിരുന്നതല്ലേ? കുറച്ച് ലജ്ജ വേണം. നിങ്ങൾക്ക് ആ ഒരു ലജ്ജ ഇല്ലാണ്ട് പോയി. നിങ്ങളെല്ലാവരും എന്തെല്ലാം താറടിച്ച് കാണിച്ചു, എന്തെല്ലാം പറഞ്ഞു ആ കുട്ടിയെ, എങ്ങനെയെല്ലാം അവഹേളിച്ചു. പക്ഷേ എന്തായി? ദൈവം സത്യത്തിൻ്റെയും നേരിൻ്റെയും ഭാഗത്താണ് തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ കപ്പുയർത്തി സന്തോഷത്തോടെ അനുമോൾ നിൽക്കുകയാണ്. ലോകത്തിൻ്റെ നെറുകയിലോട്ട് കയറി. അനുമോൾ, ഹാറ്റ്സ് ഓഫ് യു. 100 ദിവസം നീ പിന്നിട്ട വഴികൾ, നീ അനുഭവിച്ച ത്യാഗങ്ങൾ, അനുഭവിച്ച വേദനകൾ, അതിനെല്ലാം ഇന്ന് നിൻ്റെ കയ്യിൽ ഒരു പൊന്മുത്തം വന്നു മോളെ. ഇനി നീ മുന്നോട്ട് പോയിക്കോ ധൈര്യമായിട്ട്.